പല രീതിയിലുള്ള മരണങ്ങളുടെ വാർത്തയുമായാണ് ഈ ആഴ്ച നാം നിലകൊള്ളുന്നത്. വ്യത്യസ്ത രീതിയിൽ പലരും നമ്മോട് വിട പറഞ്ഞ ഒരു സന്ദർഭമാണിത്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അദ്ദേഹം ഔദ്യോഗിക ബഹുമതികളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് മണ്ണിനടിയിലേക്ക് യാത്രയായി. മറ്റൊരു മനുഷ്യൻ തൂക്കുമരത്തിൽ കയറി വധശിക്ഷയ്ക്ക് വിധേയനായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത പ്രദേശത്തൊരാൾ സ്വയം ജീവനെ പുൽകി മരണത്തെ പുൽകിക്കൊണ്ട് ആത്മഹത്യ ചെയ്ത് അങ്ങനെയും ഒരു മരണമുണ്ടായി. സർവോപരി നമ്മുടെ നാട്ടുകാരിയും നമുക്കേവർക്കും വിലപ്പെട്ടവരുമായ നാലകത്ത് ടൈലർ മുഹമ്മദ് സാഹിബിൻ്റെ ഭാര്യ മറിയക്കുട്ടി താത്ത അവരും ഇന്ന് നമ്മൾ അവരെയൊക്കെ മറമാടുകയുണ്ടായി. അള്ളാഹു അവർക്ക് മർഹമത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുൻ പ്രസിഡന്റിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മരണത്തിൻ്റെ ഈ യാദൃച്ഛികത, അത് എത്ര പെട്ടെന്ന് നമ്മെ പിടികൂടും എന്നതിനെ പറ്റിയുള്ള ബോധം അത് നമ്മെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ട ഒരു സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിൽ 55-6 വചനങ്ങളിൽ ഇസ്ലാമിനെ തന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന ചില ആളുകളെ സംബന്ധിച്ചുള്ള പരാമർശത്തിൽ ഖുർആൻ പറയുകയുണ്ടായി, മുസ്ലിങ്ങളോട് പറഞ്ഞു, വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശഊൻ. നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഈ സന്ദേശം, വിശുദ്ധ ഖുർആൻ, അതുപോലെ പ്രവാചക ചര്യ, ഈ ഇസ്ലാമിനെ നിങ്ങൾ ശരിയായ രീതിയിൽ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ, വളരെ യാദൃച്ഛികമായി പെട്ടെന്ന് നിങ്ങൾ മരണം പിടികൂടുന്നതിൻ്റെ മുമ്പായി, വഅൻതും ലാ തശഊൻ, നിങ്ങൾ ഓർക്കാതെ, നിങ്ങൾ നനക്കാത്ത രീതിയിൽ നിങ്ങളെ മരണം പിടികൂടും. അതിൻ്റെ മുമ്പ് ജീവിതം വളരെ ശരിയാക്കി ഭംഗിയാക്കി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സമയത്ത് അൻ തഖൂല നഫ്സുൻ യാ ഹസ്രത, എല്ലാവരും ആ സമയത്ത് പറയും. അൻ തഖൂല നഫ്സുൻ, ഓരോ ആത്മാവും പറയും, യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, അള്ളാഹുവുമായുള്ള വിഷയത്തിൽ, അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ ഞാൻ എന്തെല്ലാം വീഴ്ച വരുത്തിപ്പോയി എന്ന് ആ സമയത്ത് ഖേദിക്കും. എല്ലാവരും ഖേദിക്കും. വഇൻ കുൻതു ലമിന സാഖിരീൻ, ജീവിതകാലത്ത് ഞാൻ അതൊക്കെ തമാശയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്ന സമയമായി, പടച്ചോനെ ഞാൻ ഒരുപാട് വീഴ്ച വരുത്തിപ്പോയല്ലോ എന്ന് ആ സമയത്ത് ആലോചിക്കാത്ത ചിന്തിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. ഈ ഒരു യാഥാർത്ഥ്യം ഏത് സന്ദർഭത്തിലും നമ്മളുടെ മനസ്സിനെ മതിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹം ഒരു പരിപാടിയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്ന് 2-3 വാചകങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. ഇതിനു മുമ്പും ഒരു വലിയ സാഹിത്യകാരൻ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മരണം TV-യിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം പത്രക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞത് മുഴുവനാക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ആ ചെയറിൽ വെച്ച് തന്നെ അദ്ദേഹം മരണമടയുകയുണ്ടായി. മരണമെന്നത് ഇത്രയധികം നാമുമായി അടുത്തു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു ബോധം, എന്നൊരു ചിന്ത ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടതാണ് എന്നാണ് ഒന്നാമതായി ഓർമ്മിപ്പിക്കാനുള്ളത്.
പരിശുദ്ധ ഖുർആൻ ആ കാര്യത്തെപ്പറ്റി ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മരണത്തിൻ്റെ ആ ഓർക്കാത്ത സമയത്ത് കയറി വരുന്ന മരണത്തെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ നമ്മളൊക്കെ ആലോചിക്കുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ രാജ്യത്തിനുണ്ടായ വലിയ നഷ്ടങ്ങളെ സംബന്ധിച്ചാണ്. ഒരു വലിയ നഷ്ടം. വളരെയധികം വലിയൊരു പ്രതിഭയായിരുന്നു, വലിയ ബുദ്ധിജീവിയായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിന് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അദ്ദേഹം ഒരുപാട് ചെയ്തു. അത് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. ഇന്ത്യക്കുണ്ടായ നഷ്ടം, ലോകത്തിനുണ്ടായ നഷ്ടം, ടെക്നോളജിക്കുണ്ടായ നഷ്ടം, ഇങ്ങനെ ഒരുപാട് നഷ്ടത്തെ പറ്റിയാണ് നമ്മുടെ പത്രങ്ങളും നമ്മുടെ നേതാക്കളും എല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ചിന്ത ആലോചിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ലാഭനഷ്ടങ്ങളെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ഈ ഔദ്യോഗിക ബഹുമതികളെ സംബന്ധിച്ച് അദ്ദേഹം അത് അറിയുന്നില്ല. അദ്ദേഹത്തിന് അറിയില്ല ഒരു വലിയ എല്ലാ സൈനിക ബഹുമതിയോടുകൂടിയാണ് ഞാൻ മറമാടപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം അറിയില്ല. അദ്ദേഹത്തിൻ്റെ മരിക്കുന്നതോടുകൂടി ഒരു മനുഷ്യൻ്റെ കയ്യിൽ മുതൽക്കൂട്ടായുള്ളത് ഈ ബഹുമതികളും ഈ ആദരവുകളും ഈ പുകഴ്ത്തുവാക്കുകളൊന്നും മനുഷ്യന് പരലോക ജീവിതത്തിൽ ഉപകാരപ്പെടുകയില്ല. മനുഷ്യന് പരലോകത്തെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് അവൻ്റെ അമലുകൾ മാത്രമാണ്. അമലുകൾ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം എല്ലാ മനുഷ്യരെയും ഉണർത്തുകയാണ് ചെയ്തത്. എല്ലാ മനുഷ്യരും, ഏതൊരു മനുഷ്യനും മരിച്ചു പോകുമ്പോൾ അയാളുടെ അമലുകൾ അയാളുടെ കൂടെ ഉണ്ടാകും. പിന്നെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നത് റസൂലുള്ള പറഞ്ഞു, പിന്നെയും അയാൾക്ക് ഉപകാരപ്പെട്ടു വരും. അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് വല്ല സൽക്കർമ്മങ്ങളും ബാക്കിയാക്കി വെച്ചു പോയിട്ടുണ്ടെങ്കിൽ, വല്ല ജാരിയായ സദഖകളും ബാക്കിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, വല്ല സ്ഥാപനങ്ങളോ അതല്ലെങ്കിൽ പുസ്തകങ്ങളോ അതല്ലെങ്കിൽ വല്ല അതും അദ്ദേഹം ബാക്കിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കിട്ടും. വലതും സാലിഹും യദഉലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അയാൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇൽമുൻ യുൻതഫഉ ബിഹി, തനിക്ക് ഉപകാരപ്പെടണം. ഈ അറിവും വിജ്ഞാനവുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ഉപകാരപ്പെടണം. ജനങ്ങൾക്ക് നൽകിയ, ഇന്ത്യക്ക് നൽകിയ ഈ അറിവും ഉപകാരവുമെല്ലാം മരണാനന്തര ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെടണം എന്ന ഒരു നിയ്യത്തോടു കൂടി ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന നന്മകളും അയാൾക്ക് ഉപകാരപ്പെടും. ഇതേ ഒരു മനുഷ്യൻ, അയാൾ എത്ര വലിയ ബഹുമതിയോടുകൂടി നമ്മൾ ഈ ലോകത്തു നിന്ന് യാത്രയാക്കിയാലും അതെല്ലാവരും ഒരുപോലെയാണ്. ആ മരിച്ച് ഇന്ത്യൻ പ്രസിഡന്റും നമ്മുടെ നാട്ടിൽ മരിച്ച നമ്മുടെ സഹോദരിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മരണാനന്തര ജീവിതത്തിൽ അവരുടെ അവസ്ഥ ഒരേ ഒരു രീതിയാണ്. ഒരു വ്യത്യാസവും ആ വിഷയത്തിലില്ല. അമലുകളുണ്ടോ? അമലുകളുള്ളവർ അത് എത്ര വലിയവരായാലും എത്ര ചെറിയവരായാലും അത് അവർക്ക് ഉപകാരപ്പെടും. അമലുകളില്ലേ എങ്കിൽ അത് എത്ര വലിയവരും ലോകത്തെ മുഴുവൻ അടക്കി വാന്നവരും ആണെങ്കിൽ പോലും അതവർ ഉപകാരപ്പെടുകയില്ല. ഈ മഹായാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നു. അതിനെപ്പറ്റി നമുക്ക് എല്ലാറ്റിനെ പറ്റിയും ഓർക്കുന്ന കൂട്ടത്തിൽ അയാൾക്ക് ഈ മരിച്ചുപോയ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും, അയാൾക്ക് എന്തെല്ലാം ഉപകാരപ്പെടും എന്നതിനെ പറ്റിയുള്ള ചിന്ത, അതാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ട ഘടകം. ബാക്കിയുള്ളത് ഏത് മനുഷ്യൻ ഈ ഭൂമിയിൽ മരിച്ചുപോയാലും അതൊക്കെ ഇവിടെ പരിഹരിക്കപ്പെടും. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഭൂമിയിൽ മരിച്ചുപോയിട്ടുണ്ട്, അത് ഈ ലോകം പരിഹരിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം അതിൻ്റെ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു. റസൂലുള്ള മരിച്ചു എന്ന് ഉഹദ് യുദ്ധത്തിൽ ഒരു കിംവദന്തി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും. മുഹമ്മദ് അത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ, അയാൾ മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ റസൂലുള്ള മരിച്ചുപോയി. അത് അങ്ങനെയുള്ള അത്രയും വലിയ മഹാന്മാർ ഈ ലോകത്ത് മരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗം, അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അവരുടെ പ്രബോധന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അത് പരിഹരിക്കപ്പെടും. ആര് ഇവിടെ മരിച്ചു പോയാലും അതൊക്കെ ഇവിടെ പരിഹരിക്കപ്പെടും ഒരു പരിധിവരെ. പക്ഷേ ഈ മരിച്ചു പോകുന്ന വ്യക്തി
അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരായാണെങ്കിലും അവർക്ക് ഉപകാരപ്പെടുന്നത് എന്ത് എന്നത് നമ്മൾ ഈ സമയത്ത് വളരെ ആലോചനാവിധേയമാക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഉദാഹരണമാണ്, ഞാനാണ് മരിച്ചുപോയതെങ്കിൽ എനിക്ക് ഈ ബഹുമതിയൊക്കെ കിട്ടിയോണ്ട് എന്തുണ്ട് കാര്യം? ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമലുകൾ അതാണ് എനിക്ക് ഉപകാരപ്പെടുന്നത് എന്ന ആ വശത്തെപ്പറ്റി നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്നർത്ഥം. മറ്റൊരു മരണം നമ്മളുടെ മുമ്പിൽ നമ്മൾ കണ്ടത് യാക്കൂബ് മാമൻ്റെ മരണമാണ്. അദ്ദേഹം തൂക്കിലേറ്റപ്പെടുകയുണ്ടായി. തൂക്കിലേറ്റപ്പെട്ടത് ശരിയോ തെറ്റോ, അതിൽ രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയമില്ലേ, ആ വശത്തേക്കല്ല നമ്മൾ പറയും, ആ വശമല്ല. മറിച്ച് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്ന, അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞ ആ കുറ്റത്തിന് ഇസ്ലാം എങ്ങനെ അതിനെ കാണുന്നു? ആ കുറ്റം, അങ്ങനെ ഒരു കുറ്റം ആരെങ്കിലും ചെയ്താൽ, അദ്ദേഹം ചെയ്തോ ഇല്ലേ എന്നത് വേറെ വിഷയം. അങ്ങനെ ഒരു കുറ്റം ചെയ്യാമെങ്കിൽ അതിനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാമികമായി അതിനുള്ള ശിക്ഷ വധശിക്ഷയേക്കാൾ കടുത്ത ശിക്ഷയാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ ഏതെങ്കിലും സ്ഥലത്തുള്ള ബോംബ് വെക്കുക, അതല്ലെങ്കിൽ സ്ഫോടനം നടത്തുക, നിരപരാധികൾ വധിക്കപ്പെടുക, ഈ കാര്യങ്ങൾക്കൊന്നും യാതൊരു ന്യായീകരണവും അത് ചെയ്യുന്ന ആൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും അതൊരിക്കലും ഒരു ന്യായീകരണമായി ഇസ്ലാം അതിനെ കാണുന്നില്ല. ഇദ്ദേഹത്തെ പറ്റി പറയുന്ന ഈ ബോംബെ കലാപത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം അതൊരു വലിയ എണ്ണം ആളുകൾ അത് അന്ന് മരണപ്പെട്ടിട്ടുണ്ട്. 300-ലധികം ആളുകൾ മരിച്ച ഒരു സ്ഫോടനത്തിന്റെ ഉത്തരവാദി അദ്ദേഹമാണ് എന്ന് പറയപ്പെട്ടുകൊണ്ട് എന്ത് തന്നെയായാലും ആരോ ചില ആളുകൾ ആ സ്ഫോടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. അത്തരം ഒരു സ്ഫോടനം നടത്തുക എന്നുള്ളതിന് ഇസ്ലാമിന്റെ വല്ല പിന്തുണയുണ്ടോ? വല്ല ആർക്കെങ്കിലും ചാവേറായിക്കൊണ്ട് അങ്ങനെ സ്ഫോടനങ്ങൾ നടത്താൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ടോ? മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ വലിയ മേന്മയായിക്കൊണ്ട് ചില ആളുകൾ എടുത്തു പറയാറുണ്ട്, അവർ നടത്തുന്ന സ്വയം ബോംബായി പരിണമിച്ച് അവർ നടത്തുന്ന പൊട്ടിത്തെറിക്കൽ, അതിന് ഇസ്ലാമിന്റെ വല്ല അടിത്തറയുണ്ടോ? യാതൊരു അടിത്തറ അതിന് ഇസ്ലാമില്ല. ഇസ്ലാം അങ്ങനെ സാധാരണ ആളുകൾ നടന്നു പോകുന്ന പാതയിൽ, തീവണ്ടിയിൽ, വിമാനത്തിൽ, അതുപോലെ തന്നെ ബസ്സിൽ, അതുപോലെ ബസ് സ്റ്റോപ്പിൽ, ഇങ്ങനെ സ്ഥലങ്ങളിൽ ബോംബായി സ്വയം പൊട്ടിത്തെറിച്ചാലും ബോംബ് വെച്ച് പൊട്ടിത്തെറിച്ചാലും അതുകൊണ്ട് അതിനെ ഇസ്ലാം യാതൊരു നിലക്കും അതിനെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ നിരപരാധികൾ കൊല്ലപ്പെടാൻ പാടില്ല. എന്തു കാരണത്തിനാണെങ്കിലും ശരി അങ്ങനെ നിരപരാധികൾ കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അത് പോകാൻ പാടില്ല. നാട്ടിൽ അത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് പരിശുദ്ധ ഖുർആൻ ഫസാദുൻ ഫിൽ അർദ്, നാട്ടിൽ വലിയ ഭീകരാന്തരീക്ഷവും കുഴപ്പവും സൃഷ്ടിക്കപ്പെടുക എന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അതിനെന്താണ് പരിഹാരം? അതിനുള്ള പരിഹാരം ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹു വറസൂലഹു, അല്ലാഹുവോടും റസൂലിനോടും യുദ്ധം ചെയ്യുകയും വയസ്ഔന ഫിൽ അർദി ഫസാദൻ, നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കപ്പെടുകയും അതിന് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അയ്യുഖത്തലു, അവർ കൊല്ലപ്പെടണം, ഔ യുസല്ലബു, അല്ലെങ്കിൽ അവർ കുരിശിലേറ്റപ്പെടണം, ഔ തുഖത്ത ഐദീഹിം വർജുലുഹും മിൻ ഖിലാഫ്, അവരുടെ കൈകാലുകൾ ഇടവലം ഛേദിക്കപ്പെടണം, ഔ യുൻഫൗ മിനൽ അർദ്, അല്ലെങ്കിൽ അവർ നാട് കടത്തപ്പെടണം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ആ കാര്യത്തിൽ. ഇത്തരം ഒരു കേസ് അത് ഇസ്ലാമിക കോടതിക്ക് മുമ്പിൽ വന്നു. അത് ചെയ്ത ആളുകൾ ആര് എന്നുള്ളതല്ല, ചെയ്തവരെ പറ്റി ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഇസ്ലാമിക കോടതി അതിന് നൽകുന്ന വിധി ഈ രീതിയിലുള്ള വിധിയായിരിക്കും നൽകുക. ഇതിന്റെ അർത്ഥം ബോംബെ സ്ഫോടനത്തിന്റെ ഉത്തരവാദി അത് ഈ പറഞ്ഞ യാക്കൂബ് മേമൻ അദ്ദേഹമാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടത്തുന്നത് അത് മുസ്ലിംകൾ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ, അതുപോലെ ഹിന്ദു തീവ്രവാദികൾ നടത്തുന്നുണ്ട്, ധാരാളമായി നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾക്ക്
പ്രയാസമുണ്ടാക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വിഷയങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് വളരെ വേഗത്തിൽ കഠിനമായ ശിക്ഷയും വലിയ വാർത്താ പ്രാധാന്യവും നൽകപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ പത്രങ്ങൾ, ആ രീതിയിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. മുസ്ലിങ്ങൾ വലിയ തീവ്രവാദത്തിന്റെ വക്താക്കളും അതുപോലെ ഇത് മുഴുവൻ നടത്തുന്നത് ഇന്ത്യയിലെ മുഴുവൻ പൊട്ടിത്തെറികളുടെയും ഉത്തരവാദിത്വം പിന്നിൽ അത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഇന്ന് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതാക്കൾ പറയുകയുണ്ടായി, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഈ ജാഗ്രത കാണിക്കുന്നത് ശരിയല്ല. ഒരുപാട് മറ്റ് സ്ഫോടനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. വളരെ വലിയ സ്ഫോടനങ്ങൾ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. 2007 ഫെബ്രുവരി 18 സംജോത എക്സ്പ്രസ് സ്ഫോടനം ഉണ്ടായി. 68 ആളുകളാണ് അതിൽ മരിച്ചത്. അതുപോലെ തന്നെ മാലേഗാവ് സ്ഫോടനമുണ്ടായി, 37 പേര് അതിൽ മരിക്കുകയുണ്ടായി. അതുപോലെ മക്ക മസ്ജിദ് സ്ഫോടനം എന്ന് പറയുന്നത് ഒരു വലിയ സ്ഫോടനമായിരുന്നു ആ വിഷയം ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ പിടികൂടിയിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. ഇതിനൊക്കെ പിടികൂടിയിരുന്നത് മക്ക മസ്ജിദ് സ്ഫോടനത്തിനും സംജോത സ്ഫോടനത്തിനും മാലേഗാവ് സ്ഫോടനത്തിനും അജ്മീർ സ്ഫോടനത്തിനൊക്കെ ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ഒന്നുകിൽ സിമിയാണ്, അതല്ലെങ്കിൽ മറ്റ് പാകിസ്ഥാൻ ചാരന്മാരാണ്. അങ്ങനെ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു പിടികൂടപ്പെടുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവരൊക്കെ ജയിലിലടക്കപ്പെട്ട ആളുകൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 2010 സ്വാമി അസിമാനന്ദ എന്ന് പറയുന്ന ഈ ഹൈന്ദവ തീവ്രവാദ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ നേതാവ്, അദ്ദേഹം അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന RSSന്റെ കീഴിലുള്ള ഒരു സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു വക്താവായിരുന്നു സ്വാമി അസിമാനന്ദ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനൊരു മനസ്താപം. അദ്ദേഹം ജയിലിലായിരിക്കെ അദ്ദേഹം പറയുകയുണ്ട്, അദ്ദേഹം മറ്റൊരു വിഷയത്തിന് ജയിലിലായതാണ്. അപ്പോൾ ജയിലിൽ വന്നപ്പോൾ അവിടെ കുറെ ആളുകളെ കണ്ടു, മുസ്ലിമായ കുറെ ആളുകൾ. എന്തിനാണ് നിങ്ങൾ ജയിലിൽ അടക്കപ്പെട്ടത് എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളാണ് മക്ക മസ്ജിദ് സ്ഫോടനം നടത്തിയത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ജയിലിലിട്ടത്, ഞങ്ങളും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വാസ്തവത്തിൽ ആ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഈ അസിമാനന്ദ സ്വാമിയായിരുന്നു. അതുപോലെ തന്നെ അഭിനവ് ഭാരത് സൊസൈറ്റി ആയിരുന്നു. അത് അദ്ദേഹത്തിന് അറിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ മനസ്താപമുണ്ടായി. 2010 അദ്ദേഹം കോടതിക്ക് മുമ്പിൽ വന്ന് പറഞ്ഞു, അതൊക്കെ ചെയ്തത് ഞങ്ങളാണ്. മക്ക മസ്ജിദ് സ്ഫോടനം ഞങ്ങളാണ്, മാലേഗാവ് സ്ഫോടനം ഞങ്ങളാണ്, അജ്മീർ സ്ഫോടനം ഞങ്ങളാണ്, അതുപോലെ തന്നെ സംജോത സ്ഫോടനം നടത്തിയത് ഞങ്ങളാണ് എന്ന് അദ്ദേഹം അവിടെ വന്ന് സമ്മതിച്ച് കോടതിക്ക് മുമ്പിൽ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തു. ഇങ്ങനൊരു സംഭവം നടക്കുകയും അത് ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. 2007 സംജോത എക്സ്പ്രസ്, അതുപോലെ 2006 മാലേഗാവ്, 2007 ഒക്ടോബറിലെ തന്നെ നടന്ന അജ്മീർ സ്ഫോടനം, ഇങ്ങനെ ഹൈന്ദവ തീവ്രവാദ ഗ്രൂപ്പുകൾ തങ്ങൾ നടത്തിയെന്ന് ഒരു വേള സമ്മതിച്ച കേസുകൾക്ക് പോലും ഇന്ന് അതേ രീതിയിൽ അവരോടൊക്കെ മൃദു സമീപനം നടത്തുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് ശരിയല്ല. മറിച്ച് മുസ്ലിങ്ങളായാലും ശരി, അമുസ്ലിങ്ങളായാലും ശരി, ഏത് മതവിഭാഗക്കാരായാലും ശരി, സ്ഫോടനവും അതുപോലെ ഈ രീതിയിലുള്ള അക്രമം നടത്തുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ അവർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെനാൽറ്റി കൊലക്കുറ്റത്തിന് തൂക്കിലേറ്റുന്നത് പോലെയുള്ള നൽകണം എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു മനസ്സാക്ഷിയുള്ള ഏതൊരു മുസ്ലിമിന്റെയും മനസ്സിലുണ്ടാകേണ്ടത്. അത് തന്നെയാണ്. അത് ചെയ്ത ആളുകൾ ആരായാലും അത് മഹാപാപമാണ്, പാടില്ലാത്തതാണ്. ഇസ്ലാമിന്റെ ഒരു പിൻബലവും അതിനില്ലാത്തതാണ്. പക്ഷേ നീതി എല്ലാവർക്കും ഒരുപോലെ നടപ്പാക്കുന്നതിൽ നമ്മുടെ ഭരണകൂടം ആ രീതിയിലേക്ക് നീങ്ങണം എന്ന് മാത്രമേ ആ വിഷയത്തിലുള്ളൂ. പിന്നെ മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടത് ദയാഹർജി എന്നതാണ്. ദയാഹർജിയെ പറ്റി എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ഇസ്ലാമിന് 2 രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കും. ഒന്ന്, ഈ പറഞ്ഞ രീതിയിലെ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് നാട്ടിലെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്ന രീതിയിൽ, നാടിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന വിപ്ലവം, അത്തരം സംഗതികൾ നടത്തുകയാണെങ്കിൽ അവിടെ ദയാഹർജിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കേസിൽ ദയാഹർജി ഇല്ല.
അത് എന്താണോ ഭരണകൂടം അതിന്, അല്ലെങ്കിൽ എന്താണോ അതിന് കോടതി വിധിക്കുന്നത്, ആ വിധി തന്നെയാണ് അതിൻ്റെ അവസാനം ഇസ്ലാമിക നിയമപ്രകാരം. അതിനപ്പുറം അതിന് ദയാഹർജി ആർക്കും നൽകാനില്ല. കാരണം ആർക്കാണ് ദയാഹർജി നൽകുക? അങ്ങനൊന്നുമില്ല. അതല്ലാതെ വ്യക്തിപരമായ കൊലപാതകം നടത്തിയാൽ, അങ്ങനത്തെ ഒരു കൊലപാതകം നടത്തുകയാണെങ്കിൽ അതിന് ദയാഹർജി ഉണ്ട്. എവിടെ? സർക്കാരിനല്ല, പ്രസിഡന്റിനല്ല. ദയാഹർജി നൽകേണ്ടത്, മാപ്പാക്കണമേ എന്ന് അപേക്ഷിക്കേണ്ടത് ആരാണോ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളോടാണ് മാപ്പ് ചോദിക്കേണ്ടത്. കൊല്ലപ്പെട്ട വ്യക്തിയോട്. അതാണ് ഇസ്ലാമിന്റെ നിയമം. നമ്മൾക്ക് ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള ഇത്തരം ഒരുപാട് വളരെ വലിയ വികാരനിർഭരമായ രംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അടുത്ത കാലത്ത് സൗദി അറേബ്യയിൽ നടന്നു. ഒരാളെ കൊലക്കുറ്റത്തിന് അദ്ദേഹത്തിന് വിധിച്ചു. അദ്ദേഹം അവിടുത്തെ രാജാവിൻ്റെ ഒരു അമീറായിരുന്നു അദ്ദേഹം. രാജാ കുടുംബത്തിലെ ഒരു ഏറ്റവും വലിയ ഒരു പ്രിൻസ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം നടത്തിയ ഒരു കൊലപാതകം, ആ കൊലപാതകത്തിന് അദ്ദേഹത്തെ തലവെട്ടാൻ വേണ്ടി വിധിക്കുകയും അങ്ങനെ ഏകദേശം 10,000-ഓളം ആളുകൾ അദ്ദേഹത്തിന്റെ തലവെട്ട് കാണാൻ ഒരുമിച്ച് കൂടിയിരുന്നു. 10,000-ഓളം ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. അവസാനം ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ പിതാവ്, ആ പിതാവിനോട് അവസാനമായി ചോദിച്ചു, ഇയാൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുക. അന്നത്തെ രാജാവിനോട് മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല, രാജാവല്ല മാപ്പ് കൊടുക്കേണ്ടത്, പിതാവിനോട് മാപ്പ് കൊടുക്കുവാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ. അങ്ങനെ അദ്ദേഹം 2 റക്അത്ത് അവിടുന്ന് ഇസ്തിഖാറത്ത് നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കുട്ടികളുടെ ഇയാളുടെ മക്കളൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. മക്കളോട് അദ്ദേഹം വിളിച്ചു, നിങ്ങൾ 5 മിനിറ്റ് ഈ വെട്ടുന്നത് 5 മിനിറ്റ് കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവസാനം എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഓങ്ങിയ വാൾ, ഇതാ ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറയുകയും അങ്ങനെ ആ മനുഷ്യനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു. അതാണ് ഇസ്ലാമിലെ മാപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിലെ മാപ്പ്. ആ മാപ്പിന്റെ പ്രത്യേകത എന്താണ്? അന്ന് ആ നിമിഷം മുതൽ കാലാകാലവും ഈ കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ട ഈ മനുഷ്യൻ എന്നും അതിന്റെ നന്ദിയുള്ളവരായിരിക്കും. എന്നും ആ സ്നേഹവും ആ ബഹുമാനവും നന്ദിയും അവിടെ നിലനിൽക്കും. ആ കുടുംബങ്ങൾ തമ്മിലുള്ള പക ഒരുപാട് ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ഇസ്ലാം എന്തു വെച്ചത്? നന്ദി, അതല്ലെങ്കിൽ ഇസ്ലാം ഈ ദയാഹർജി നൽകേണ്ടത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്കാണ്. അവർ മാപ്പ് തന്നാൽ മാപ്പ്, അവർ മാപ്പ് തരുന്നില്ലെങ്കിലോ മാപ്പില്ല. അത് ഭരണകൂടത്തിന് അതിൽ യാതൊരു കയ്യുമില്ല. കോടതി അയാൾ വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ മാപ്പ് നൽകാൻ അർഹത അത് ഇയാളുടെ ബന്ധുക്കൾക്ക് മാത്രം. നമ്മുടെ നാട്ടിലെ രീതി അങ്ങനെയല്ല. അവസാനം അത് മാപ്പ് നൽകാൻ വേണ്ടി ഇന്ത്യൻ പ്രസിഡന്റിന് നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ രീതി. ആ പ്രസിഡന്റിന് മാപ്പ് നൽകുമ്പോൾ പ്രസിഡന്റിന്റെ വിവേചനാധികാരവുമായി ബന്ധപ്പെട്ടതാണ്. റിപ്പർ എന്ന് പറഞ്ഞ ഒരു കൊലയാളി അദ്ദേഹത്തിന് മാപ്പപേക്ഷ നൽകിയപ്പോൾ അദ്ദേഹത്തിന് മാപ്പ് നൽകണം എന്ന് ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹമൊക്കെ ആവശ്യപ്പെട്ട് പത്രങ്ങളിൽ വലിയ ചർച്ച ഉണ്ടായിരുന്നു. ആ റിപ്പർക്ക് മാപ്പ് നൽകുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ആ റിപ്പറുടെ തലക്ക് ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് മരിച്ച വീട്ടിലെ ആ മനുഷ്യന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതി. അത് അനുഭവിക്കണേ ഞങ്ങളാണ്, ഞങ്ങൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾ അത്രമാത്രം കണ്ണീര് കുടിച്ചതാണ് എന്ന് പറഞ്ഞു. സാംസ്കാരിക നായകന്മാർക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറയാൻ അവകാശമല്ല. വേണമെങ്കിൽ ഈ കുടുംബത്തിന്റെ ആളുകളോട് വന്ന് അപേക്ഷിക്കുക, മാപ്പ് കൊടുക്കി, നല്ല കാര്യമാണ്, പടച്ചോന്റെ അടുക്കൽ കൂലി കിട്ടും എന്നൊക്കെ കുടുംബത്തിലെ ആളുകളോട് അപേക്ഷിക്കാം. എന്നല്ലാതെ പ്രസിഡന്റോ അതല്ലെങ്കിൽ ഗവർണറോ അല്ല ഇസ്ലാമിക നിയമപ്രകാരം മാപ്പ് നൽകേണ്ടത് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു അവസ്ഥ ഈ വിഷയവുമായി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ പിന്നിൽ ഇതോടുകൂടി ചില ചർച്ചകൾ വന്നു. ഈ വധശിക്ഷ എന്നത് തന്നെ അത് ഒഴിവാക്കേണ്ടതാണ്. വധശിക്ഷ എന്നത് ഒരു കാടൻ നിയമമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷയ്ക്ക് പ്രസക്തിയില്ല എന്ന് ചില വൃത്തങ്ങളിലെ നേതാക്കൾ പറഞ്ഞു. ഇത് വളരെ തെറ്റാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ വധശിക്ഷ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യന്മാരെ, അതാണ് ഖുർആൻ പറഞ്ഞത്. ബുദ്ധിയുള്ളവരെ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഖിസാസ്, കൊന്നവനെ
ബോധപൂർവം ഒരാളെ വധിച്ചവനെ തിരിച്ചു വധിക്കുന്നതിലൂടെയാണ് മറ്റുള്ളവർക്ക് കൂടിയുള്ള ജീവൻ നിലനിൽക്കുന്നത്. കൊന്നവന് വധശിക്ഷയില്ല എന്നുള്ള ഒരു നിയമം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊലപാതകം എന്നതിൻ്റെ അത് ഒരു പ്രശ്നമല്ലാതെയായി മാറും. കാരണം ജീവപര്യന്തം തടവ് നൽകിയാൽ മതി എന്നാണ്. ജീവപര്യന്തം തടവ് എന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതിനോടങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ ആദ്യമൊക്കെ ജയിലിൽ കുറച്ച് ദിവസം കിടക്കണമൊക്കെ പ്രയാസം ഉണ്ടാവും. അങ്ങനെ ഒരു കൊല്ലോ 2 കൊല്ലമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 5, 6, 7, 10 കൊല്ലമൊക്കെ ജയിലിൽ കടന്നാൽ പിന്നെ അത് അവരുടെ ഒരു ലോകമായി മാറി. ആ രീതിയിലേക്കാണ് അതിലേക്ക് മാറുക. അവർക്ക് ഈ ലോകത്തെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടാവില്ല. ഈ ലോകത്ത് കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ അതൊക്കെ നമ്മൾക്ക് എഴുതുമ്പോൾ എഴുത്തുകാർക്ക് പറയാനായിരിക്കും. അവർക്ക് കുടുംബങ്ങളെ പറ്റി, കുഞ്ഞുങ്ങളെ പറ്റി, ഭാര്യയെ പറ്റി ഉള്ള ഓർമ്മകളും വേദനകളും ഒക്കെ സാഹിത്യകാരന്മാർക്ക് എഴുതാം. അവരുമായി നിങ്ങൾ സംസാരിച്ചു നോക്കൂ. അപ്പൊ മനസ്സിലാക്കാൻ കഴിയും. 10, 15 കൊല്ലമൊക്കെ ജയിലിൽ കിടന്ന ആളുകൾക്ക് ആ ജയിലുമായി അവരങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കും. അവർക്ക് ആ ജയിൽ ജീവിതവും അതിൻ്റെയായി മാറും. ഇപ്പൊ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വധം അല്ലെങ്കിൽ കൊലപാതകം എന്നത് നാട്ടിൽ അത് വളരെയധികം വ്യാപിക്കുകയും വളരുകയും ചെയ്യും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് കൊന്നവനെ തിരിച്ചു കൊല്ലുക എന്ന നിയമം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്കുള്ള ജീവൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷ രാഷ്ട്രങ്ങളും ആ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഇസ്ലാമിൻ്റെ പ്രചോദനമൊന്നുമല്ല, അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഇസ്ലാമിന്റെ പ്രചോദനം കൊണ്ടൊന്നല്ല കൊന്നവനെ കൊല്ലുക എന്നുള്ള നിയമം നാട്ടിൽ നിലനിൽക്കുന്നത്. അതേ ബുദ്ധിയുള്ളൂ എന്നാണ്. മറ്റുള്ളതൊക്കെ നമുക്ക് എഴുതാനും സാഹിത്യകാരന്മാർക്ക് പറയാനും വളരെ പൊലിപ്പിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കാനും നന്ന് എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല. യാഥാർത്ഥ്യവുമായി അതിന് ബന്ധമില്ല. പ്രശ്നത്തിന്റെ പരിഹാരത്തിന് അതൊരിക്കലും ഉപകരിക്കുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തൊരു മരണം നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ നടന്നത് അത് ആത്മഹത്യയാണ്. നമ്മുടെ പരിസര പ്രദേശത്തുള്ള ഒരാൾ ആത്മഹത്യ ചെയ്തത്രേ. അദ്ദേഹത്തിൻ്റെ എന്തോ മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ്? അതൊരു മഹാപാപമാണ്. ഒരാൾ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതേ രീതിയിൽ അയാൾ നരകത്തിൽ അതേ രീതിയിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തഫഖുൻ അലൈഹിയായ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഫിദ്ദുനിയ അദബ ബിഹി യൗമൽ ഖിയാമ. ദുനിയാവിൽ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ തന്നെ കൊല്ലുകയാണെങ്കിൽ അവൻ അതുകൊണ്ട് തന്നെ അവൻ ശിക്ഷിക്കപ്പെടും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖലിദ. ഒരാൾ ഒരു മലമുകളിൽ നിന്ന് ചാടി, മലമുകളിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ അതങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നരകത്തിൽ അതേ ആവർത്തനം തുടർന്നുകൊണ്ടിരിക്കും. വമൻ തഹസ്സാ സുമ്മൻ, ആരെങ്കിലും അതുപോലെ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ അതവൻ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, വല്ല ആയുധം ഉപയോഗിച്ച് തന്നെ സ്വയം കുത്തി വെടിവെച്ചോ ആ രീതിയിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ അവൻ അത് തന്നെ ആവർത്തിച്ചുകൊണ്ട് നരകത്തിൽ കഴിഞ്ഞുകൂടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു കാന ഫീമൻ കാന ഖബലക്കും റജുലുൻ ബിഹി ജറഹൻ ഫജസഅ ഫഖദ സകിനൻ ഫഖസബ ഫഹസ ബിഹാ യദഹു. ഒരു മനുഷ്യൻ, റസൂലുള്ളാഹി പറഞ്ഞു, നേരെ പൂർവ്വ സമുദായത്തിലെ ഒരു മനുഷ്യൻ, അയാൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായി, വലിയ ബുദ്ധിമുട്ടുണ്ടായി. അദ്ദേഹം കയ്യിന്റെ ഞരമ്പ് മുറിച്ചു. അങ്ങനെ ചോര വാർന്ന അയാൾ മരണപ്പെട്ടു പോയപ്പോൾ അല്ലാഹു തആല പറയുകയുണ്ടായി, ബാദറനി അബ്ദി ബിനഫ്സിഹി ഹറംതു അലൈഹിൽ ജന്ന. എന്റെ അടിമ അവൻ ധൃതി കാണിച്ചു കഴിഞ്ഞു. ജീവൻ അള്ളാഹു നൽകിയ ഈ ജീവൻ അത് അള്ളാഹുവിനെ അത് എടുക്കാനുള്ള അവകാശമുള്ളൂ. പടച്ചോനാണ് അത് എടുക്കേണ്ടത്. അതിനവൻ ധൃതി കാണിച്ചു, ഞാൻ അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ കുട്ടികളെ നമ്മൾ ശരിക്കും പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്.
ശരിക്കും പഠിപ്പിക്കേണ്ടത്. മുസ്ലിം പേരുള്ള ആളുകൾ കേരളത്തിൽ വളരെ കുറച്ചു മാത്രമേ ആത്മഹത്യ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ആത്മഹത്യയെ സംബന്ധിച്ച് വലിയൊരു ഗവേഷണ പ്രബന്ധം നടത്തിയ ഒരു പോലീസ് ഇൻസ്പെക്ടർ, പോലീസ് IG-യുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ശരിക്കും എടുത്തു പറയുന്നുണ്ട്, മുസ്ലിങ്ങളിലാണ് ഏറ്റവും കുറച്ച് ആത്മഹത്യ ഉള്ളത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറച്ച് ആത്മഹത്യ നടക്കുന്നത്. ലോകത്ത് മുസ്ലിം ജനങ്ങളുടെ ഇടയിലാണ് ആത്മഹത്യ എന്ന് പറഞ്ഞത് വളരെ കുറയുന്നത്. കാരണം അവർക്കുള്ള രണ്ട് വിശ്വാസമാണ്. ഒന്ന്, ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്നുള്ള വിശ്വാസം. രണ്ടാമത്തേത് വിധിവിശ്വാസം. ഈ രണ്ട് വിശ്വാസം കൊണ്ടും അവർ ഈ ആത്മഹത്യ അതിജീവിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അത് നമ്മൾക്ക്, നമ്മളെ കുട്ടികൾക്ക്, നമ്മളുടെ ചെറുപ്പക്കാർക്ക് പഠിക്കണം. അത് പഠിക്കാൻ അവസരം ഉണ്ടാക്കണം. ഇത് നമ്മൾ മതം പഠിക്കൂല, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ഓർക്കൂല. ഇങ്ങനെ പ്രശ്നത്തിന് പരിഹാരം ഇതാണെന്ന് പലരും വിചാരിക്കുന്നത്. വളരെ തെറ്റായൊരു, ഈ മനുഷ്യൻ എന്തെല്ലാം രീതിയിൽ ഇവിടെ ജീവിക്കുന്നു, ആ ജീവിക്കുന്ന ജീവിതത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ അവൻ പഠിക്കണം. ഒരിക്കലും ഒരു ആത്മഹത്യ പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ വിചാരിക്കണം എന്താന്ന് വെച്ചാൽ, ഞാൻ അങ്ങോട്ട് മരിക്കുന്നതോടുകൂടി പ്രശ്നം അവസാനിച്ചു. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മരിക്കുന്ന നിമിഷം മുതൽ പ്രശ്നം തുടങ്ങുകയാണ് എന്നാണ്. ഇവിടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതിനെപ്പറ്റി ആരോടെങ്കിലുമൊക്കെ പറയാം, ഭാര്യനോട് പറയാ, സുഹൃത്തുക്കളോട് പറയാ, നാട്ടുകാരോട് പറയാ, പരിഹാരം അവരുണ്ടാക്കും, കുറച്ചൊക്കെ മാനക്കേടുണ്ടാവും എന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മരിച്ച ആ നിമിഷം മുതൽ, റൂഹ് തന്നിൽ നിന്ന് നീങ്ങുന്നത് മുതൽ അവൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവനത് ആരോടും പറയാനില്ല, അവൻ ഒറ്റക്ക് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവന്റെ മൃതശരീരം കണ്ട് അയാൾ ഒന്നും അറിയാതിരിക്കുകയാണ് എന്ന ആ മിഥ്യാധാരണ നമ്മൾ എന്തു തന്നെയായാലും അത് ഇല്ലാതെയാക്കണം. അതിനെപ്പറ്റി പഠിപ്പിക്കണം, ക്ലാസ് എടുത്തു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ഇത്രയും വലിയൊരു വിഡ്ഢിത്തം ദുനിയാവിൽ വേറൊരു മനുഷ്യന് ഇല്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത്ര വലിയ വിഡ്ഢിത്താണ്, ഒരു പരിഹാരമല്ല. സാധാരണ നിലക്ക് വിളക്കിൽ നിന്ന് തീ പറ്റുമോ എന്ന് വിചാരിച്ച് തീകുണ്ടാരത്തിലേക്ക് ചാടുന്നതിനേക്കാൾ വലിയ അപകടമാണ് യഥാർത്ഥത്തിൽ ഒരാള് കഴുത്തിൽ കയറ് ചുറ്റി ചാടുന്നതോട് കൂടി നടക്കണം. ആ ചാട്ടത്തോടു കൂടി തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ തീക്കുണ്ടാരത്തിലേക്ക് ചാടുന്നു എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പറ്റി ശരിക്കും പഠിപ്പിക്കുകയും ബോധമുണ്ടാക്കുകയും ചെയ്യണം. ഇങ്ങനെ മരണം എന്നത് അത് നമ്മുടെ കൈവശമുള്ളൊരു സംഗതിയല്ല. നമുക്കൊരിക്കലും മരണത്തെ പുൽകാൻ നമുക്ക് അവകാശമല്ല. നമ്മൾ സ്വന്തം മരിക്കാൻ. ലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. ആ അർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്ന വാർത്തകളും സംഭവങ്ങളുമാകുമ്പോൾ അതിന് ഇസ്ലാമികമായ കണ്ണിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ നോക്കിക്കാണാം എന്ന് നമ്മൾ ആലോചിക്കുക. എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിനെ ഉപകരിക്കുന്ന രീതിയിൽ പരിവർത്തിപ്പിക്കാം എന്ന് നമ്മൾ നോക്കുക.